എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ജോബ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ പുറത്തിറങ്ങിയ ഒരു വലിയ റെയിൽവേ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. 10ാം ക്ലാസ് പാസ്സായവർക്ക് പോലും അപേക്ഷിക്കാവുന്ന അവസരമാണ്. പരീക്ഷയില്ല, ഇന്റർവ്യൂ ഇല്ല, നേരിട്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. മെയിൽ ആൻഡ് ഫീമെയിൽ ഇരുവർക്കും അപേക്ഷിക്കാം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന അവസരമാണിത്. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദ വിവരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താം. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ഈ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ പുറത്തിറക്കിയ അപ്രന്റീസ്ഷിപ്പ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. 2025 മുതൽ 26 വർഷത്തേക്കുള്ള ആക്ട് അപ്രന്റീസ് നിയമനമാണ് നടക്കുന്നത്. ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര ഒഴിവുകൾ, ഏത് ട്രേഡുകൾ, യോഗ്യത എന്താണ്, പ്രായപരിധി എങ്ങനെ അപേക്ഷിക്കാം, സാലറി, സ്റ്റൈഫണ്ട് എത്രയാണ്, സെലക്ഷൻ പ്രോസസ്, അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് ആവശ്യമായവ, അപേക്ഷയുടെ അവസാന തീയതി, SC/ST OBC EWS ഇളവുകൾ തുടങ്ങിയ വിവരങ്ങളാണ് വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. അതിനാൽ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഈ റിക്രൂട്ട്മെന്റ് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഡിവിഷനാണ് നടത്തുന്നത്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രധാന സോണാണ്. നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്രന്റീസ് ആക്ട് 1961 അനുസരിച്ചാണ് നിയമനം നടക്കുന്നത്. റെയ്പൂർ ഡിവിഷൻ ആൻഡ് വാഗൺ റിപ്പയർ ഷോപ്പ് റെയ്പൂരിലേക്കാണ് അപ്രന്റീസ് അവസരങ്ങൾ നൽകിയിരിക്കുന്നത്. ഇനി മൊത്തം ഒഴിവുകൾ നോക്കാം. നോട്ടിഫിക്കേഷൻ പ്രകാരം ഏകദേശം 1000-ൽ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റെയ്പൂർ ഡിവിഷനിലും വാഗൺ റിപ്പയർ ഷോപ്പിലും വേർതിരിച്ചാണ് ഒഴിവുകൾ നൽകിയിരിക്കുന്നത്. വിവിധ ട്രേഡുകളിലായി നിയമനം നടക്കുന്നു. ഇനി പ്രധാന ട്രേഡുകൾ നോക്കാം. ഓരോ ട്രേഡിനും എത്ര ഒഴിവുകൾ ഉണ്ടെന്ന് നോക്കാം. വെൽഡർ, ടർണർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, സ്റ്റെനോഗ്രാഫർ, ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ, COPA, മെഷീനിസ്റ്റ്, മെക്കാനിക് ഡീസൽ, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് AC, ബ്ലാക്ക് സ്മിത്ത്, ഹാമർമാൻ, മേസൺ, പൈപ്പ് ഫിറ്റർ, പെയിന്റർ, കാർപ്പന്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇങ്ങനെ നിരവധി ട്രേഡുകളിലേക്ക് അവസരം നൽകിയിട്ടുണ്ട്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്താണെന്നാണ്. നോട്ടിഫിക്കേഷൻ പ്രകാരം 10ാം ക്ലാസ് അല്ലെങ്കിൽ അതിന് തുല്യമായ പരീക്ഷ പാസ്സായിരിക്കണം. അതോടൊപ്പം ബന്ധപ്പെട്ട ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ NCVT അല്ലെങ്കിൽ SCVT അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ITI ആയിരിക്കണം. ഇത് വളരെ പ്രധാനമാണ്. 10ാം ക്ലാസ്സിൽ കുറഞ്ഞത് 50% മാർക്ക് വേണമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നു. ഇനി അപേക്ഷിക്കാനുള്ള പ്രായപരിധി മിനിമം ഏജ് 15 വയസ്സാണ്. മാക്സിമം ഏജ് 24 വയസ്സാണ്. ഏജ് കാൽക്കുലേഷൻ നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്ന തീയതി പ്രകാരമായിരിക്കും. ഇനി ഏജ് റിലാക്സേഷൻ നോക്കാം. റിസർവേഷൻ ഭാഗങ്ങൾക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട്. SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷം, PWBD 10 വർഷം വരെയും, എക്സ് സർവീസ്മാൻ സർക്കാർ നിയമപ്രകാരം ഇളവ് ലഭിക്കും. ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഈ റിക്രൂട്ട്മെന്റിൽ റിട്ടൺ എക്സാം ഇല്ല, ഇന്റർവ്യൂ ഇല്ല. നേരിട്ട് മെറിറ്റ് ലിസ്റ്റ് അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടക്കുന്നത്. ഇനി മെറിറ്റ് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. 10th മാർക്കും ITI മാർക്കാണ്. ഇവയുടെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് മാർക്ക് കൂടുതലുള്ളവർക്ക് സെലക്ഷൻ ചാൻസ് കൂടുതലായിരിക്കും. ഇനി സാലറി, സ്റ്റൈബണ്ട് നോക്കാം. അപ്രന്റീസ് ട്രെയിനിങ് സമയത്ത് സ്റ്റൈബണ്ട് ലഭിക്കും. ട്രേഡിനും റെയിൽവേ നിയമങ്ങൾക്കും അനുസരിച്ച് സ്റ്റൈബണ്ട് നൽകും. സാധാരണ അപ്രന്റീസ് ട്രെയിനിക്ക് സർക്കാർ നിശ്ചയിച്ച സ്റ്റൈബണ്ട് ലഭിക്കും. ഇനി ട്രെയിനിങ് പീരീഡ് നോക്കാം. ട്രെയിനിങ് പീരീഡ് നോട്ടിഫിക്കേഷൻ പ്രകാരം ട്രേഡ് അനുസരിച്ച് മാറാം. സാധാരണ 1 വർഷം വരെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇനി ആപ്ലിക്കേഷൻ മോഡ് നോക്കാം. അപേക്ഷ ഓൺലൈൻ വഴി മാത്രമാണ്. ഓഫ്ലൈൻ അപേക്ഷ സ്വീകരിക്കുന്നതല്ല. കാൻഡിഡേറ്റ്സ് അപ്രന്റീസ്ഷിപ്പ് പോർട്ടൽ വഴി അപേക്ഷിക്കണം. ഇനി ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കാം. ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി വരുന്നത് 2026 ജൂൺ 4-ാം തീയതിയാണ്. രാത്രി 12 മണിക്ക് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ അപ്ലൈ ചെയ്യാൻ ഫീസ് ഒന്നും ഈടാക്കുന്നതല്ല. അതിനാൽ അവസാന തീയതി വരെ കാത്തിരിക്കാതെ എത്രയും വേഗം അപേക്ഷിക്കാം. ഇനി റിക്വയർഡ് ഡോക്യുമെന്റ്സ് നോക്കാം. അപേക്ഷിക്കുമ്പോൾ വേണ്ട ഡോക്യുമെന്റ്സ് 10th മാർക്ക് ഷീറ്റ്, ITI സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, PW സർട്ടിഫിക്കറ്റ്. ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ആദ്യം അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിൽ പോവുക, രജിസ്ട്രേഷൻ ചെയ്യുക, പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, ട്രേഡ് സെലക്ട് ചെയ്യുക, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, ഫൈനൽ സബ്മിറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻ പ്രിന്റ് എടുത്ത് സേവ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഫേക്ക് വെബ്സൈറ്റ് അവോയ്ഡ് ചെയ്യുക, ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ മാത്രം വിശ്വസിക്കുക, ഡോക്യുമെന്റ്സ് കറക്റ്റായി അപ്ലോഡ് ചെയ്യുക, മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം, ഇമെയിൽ ID കറക്റ്റായിട്ട് നൽകണം. ഈ റിക്രൂട്ട്മെന്റിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഇരുവർക്കും അപേക്ഷിക്കാം. റെയിൽവേ അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് ആയതിനാൽ ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തു നിന്നും അപേക്ഷിക്കാം. കേരളത്തിൽ നിന്നുള്ള നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വലിയ അവസരമാണ്. ഇനി അപ്രന്റീസ്ഷിപ്പിന്റെ ഗുണങ്ങൾ നോക്കാം. പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, അപ്രന്റീസ്ഷിപ്പ് ചെയ്താൽ എന്ത് ബെനിഫിറ്റ് എന്ന്. റെയിൽവേ എക്സ്പീരിയൻസ് ലഭിക്കും. ഗവൺമെന്റ് സെക്ടർ എക്സ്പോഷർ ആണ്. ഫ്യൂച്ചർ ജോബ്സിൽ അഡ്വാൻറ്റേജ് ആണ്. ടെക്നിക്കൽ സ്കിൽ ഇംപ്രൂവ് ചെയ്യും. സർട്ടിഫിക്കറ്റ് ഫ്യൂച്ചർ റിക്രൂട്ട്മെന്റിൽ ഉപകാരപ്പെടും.
ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ട് വായിക്കുക. ട്രേഡ് സെലക്ട് ചെയ്യുമ്പോൾ ITI ട്രേഡ് തന്നെയാണെന്ന് ഉറപ്പാക്കുക. റോങ് ഇൻഫർമേഷൻ നൽകിയാൽ ആപ്ലിക്കേഷൻ റിജക്ട് ആവാൻ സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ജോബ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് അമർത്താം. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരാം. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.